ഒന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ തഫീമുത്തിലാവ എഴുത്തു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ വിട്ട അക്ഷരങ്ങൾ എഴുതാം. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒരു ഡോക്ടറുടെ ചിത്രമാണ്. അതിന് താഴെ ബീബുൻ. ഡോക്ടർക്ക് അറബിയിൽ പറയുന്ന പേര് ത്വബീബുൻ. ത്വബീബുൻ. അവിടെ എഴുതേണ്ട അക്ഷരം ത്വാ. ത്വാഇന് മുകളിൽ ഫത്തഹിട. ത്വാ. ത്വബീബുൻ. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു കാളയുടെ ചിത്രമാണ്. അതിന് താഴെ റുൻ. കാളയ്ക്ക് അറബിയിൽ പറയുന്ന പേര് സവറുൻ. സവറുൻ. അവിടെ ചേർക്കേണ്ട അക്ഷരം സ. താഇന് മുകളിൽ ഒരു പുള്ളിട. സ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. കയറിൻ്റെ ചിത്രമാണ്. അവിടെ ലുൻ എന്ന് തന്നിട്ടുണ്ട്. കയറിന് അറബിയിൽ പറയുന്ന പേര് ഹബ്ലുൻ. കയറിന് ഹബ്ലുൻ. അവിടെ ചേർക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. ഹ എന്ന അക്ഷരം എഴുതുമ്പോൾ ഹ എന്ന് വളഞ്ഞ് എഴുതാൻ പാടില്ല. ചേർത്ത് എഴുതുമ്പോൾ ഉള്ളതുപോലെയാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തെ ചിത്രം നോക്കൂ. ജിറാഫിൻ്റെ ചിത്രമാണ്. അതിന് താഴെ റാഫത്തുൻ. അവിടെ ചേർക്കേണ്ട അക്ഷരം സ. സറാഫത്തുൻ. ജിറാഫിന് അറബിയിൽ പറയുന്ന പേര് സറാഫത്തുൻ. സ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടത്? റാഇന് മുകളിൽ ഒരു പുള്ളിട, അതിനുശേഷം ഒരു ഫത്തഹിട. സറാഫത്തുൻ. ഇതുപോലെ മറ്റ് ചിത്രങ്ങളുടെ പേരുകളും എഴുതി പഠിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം. ഇനി താഴെ ചിത്രങ്ങൾ മാത്രം തന്നിട്ട് അതിൻ്റെ പേരുകൾ അറബിയിൽ എഴുതണം. ആദ്യത്തെ ചിത്രം ഒരു മീനിൻ്റെ, മത്സ്യത്തിൻ്റെ ചിത്രമാണ്. മത്സ്യത്തിന് അറബിയിൽ സമക്കുൻ. സമക്കുൻ എന്നാണ് പറയുക. അവിടെ സ മ കുൻ. ക എന്ന അക്ഷരം അവസാനത്തിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് എഴുതാന്ന് നിങ്ങൾക്കറിയാം. അതുപോലെയാണ് എഴുതേണ്ടത്. സ മ കുൻ. ലാം എഴുതണ പോലെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അംസ് പോലെ ഒന്നിടാം. അങ്ങനെയാണ് ക എഴുതേണ്ടത്. ക അവസാനത്തിൽ വരുമ്പോൾ, ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. സ മ കുൻ. അത് 3 അക്ഷരവും ചേർത്തെഴുതാം. അടുത്ത ചിത്രം നോക്കൂ. സ്ട്രോബെറി. സ്ട്രോബെറിക്ക് അറബിയിൽ പറയുന്ന പേര് ഷലീക്കുൻ. ഷലീക്കുൻ. അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഷ എന്ന് എഴുതുമ്പോൾ അതിന് 3 പുള്ളിയുണ്ട്. ഫത്തഹിട. ലാമിന് കസറിട്ടിട്ട് നീട്ടാൻ യാ ഇടണം. അതിന് നീട്ടാൻ യാ ഇടണം. ക അവസാനത്തിൽ വരുമ്പോൾ എഴുതണ രൂപത്തിൽ എഴുതി അതിന് ലമ്മിട. ഷലീക്കുൻ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഒരു പൂവാണ് അല്ലേ? പൂവിന് അറബിയിൽ വർദുൻ. വർദുൻ. ആ 3 അക്ഷരങ്ങളും വ റ് ദുൻ. 3 അക്ഷരങ്ങളും വിട്ട് വിട്ടാണ് എഴുതേണ്ടത്. ഒന്നൊന്നും മുട്ടിച്ച് എഴുതാൻ പാടില്ല. അടുത്തത് നോക്കൂ. നോക്കി എഴുതാം. നോക്കി എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ വാക്ക് ക ബ് ക ബുൻ. ആ 4 അക്ഷരങ്ങളും ചേർത്ത് എഴുതണം. അതുപോലെ ഫത്തഹ്, പുള്ളിടണം, സുക്കൂനിടണം, ലമ്മിടണം. അതൊക്കെ ആവശ്യമുള്ളിടത്തിട്ട് അതുപോലെ നോക്കി എഴുതണം. അക്ഷരങ്ങൾ മുട്ടിച്ചെഴുതണം. അടുത്തത് നോക്കൂ. ലുബ് ലുബ്. അത് ലുബ് ലുബ് എന്നാണ്. അത് എഴുതുമ്പോൾ 4 അക്ഷരങ്ങൾ മുട്ടിച്ചെഴുതണം. അതുപോലെ ലമ്മ്, സുക്കൂന്, ബാഇൻ്റെ പുള്ളി ഇതൊക്കെ ശരിയായ രൂപത്തിൽ ഇടണം. ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. 2 എണ്ണത്തിന് 10 മാർക്കാണ്. എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ തമ്മിൽ മുട്ടിച്ചെഴുതാൻ ശ്രദ്ധിക്കണം. വിട്ടെഴുതരുത്. അതുപോലെ അതിൻ്റെ പുള്ളി, സുക്കൂന് അതൊക്കെ ശരിയായ സ്ഥാനത്ത് തന്നെ ഇടണം. ഇനി അടുത്തത് നോക്കൂ. നാലാമത്തെ നിറം നൽകാം. നാലാമത്തെ ചോദ്യം നിറം നൽകാനാണ്. നിറം നൽകാനുള്ളത് പരീക്ഷയ്ക്ക് തഫീമു തിലാവയിൽ
ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിറം നൽകാൻ ആവശ്യമായ സാധനങ്ങൾ, കളറൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അത് മറക്കരുത്. ഇനി നിറം നൽകാനുള്ള വാക്കുകൾ നോക്കൂ. ഞ, ബ്, തുൻ. ചിലപ്പോൾ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അക്ഷരങ്ങളായിരിക്കാം. ഇവിടെ ഞ, ബ്, തുൻ. അതിന് വൃത്തിയായി നിറം നൽകുക. നിറം നൽകുമ്പോൾ അതിൻ്റെ വൃത്തിയാണ് നോക്കാം. രണ്ടാമത്തെ വാക്ക് ദർബുൻ. ദർബുൻ. ഈ രണ്ട് വാക്കുകളും വൃത്തിയായി നിറം കൊടുക്കുക. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. തഫ്ഹീമു തിലാവ എഴുത്തു പരീക്ഷയും തഫ്ഹീമു തിലാവ വായന പരീക്ഷയുമുണ്ട്. ഇനി നമുക്ക് വായന പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ നോക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. അവിടെ തന്നിട്ടുള്ള വാക്കുകൾ വായിക്കാം, അതിൻ്റെ ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. ഒന്നാമത്തെ വാക്ക് നോക്കൂ, ഹാത്തിഫുൻ. ഹാത്തിഫുൻ. ഹാത്തിഫുൻ എന്താണെന്ന് നമുക്കറിയാം, ഫോണാണ്. ഹാത്തിഫുൻ വായിക്കുക, ഈ ഫോണിനെ തൊട്ട് കാണിക്കാം. രണ്ടാമത്തെ നോക്കൂ, കലമുൻ. കലമുൻ പേനയാണ്, ഈ പേനയെ തൊട്ട് കാണിക്കാം. മൂന്നാമത്തെ സബൂറത്തുൻ. സബൂറത്തുൻ എന്താണ്? ബോർഡാണ്. സബൂറത്തുൻ ബോർഡ്, ഈ ബോർഡിനെ തൊട്ട് കാണിക്കാം. അടുത്തത് നാലാമത്തെ ഖൈലുൻ. ഖൈലുൻ എന്നത് കുതിരയാണ്. ഖൈലുൻ കുതിര, കുതിരയെ തൊട്ട് കാണിക്കാം. അടുത്ത വാക്ക് നോക്കൂ, ലൊബയുൻ. ലൊബയുൻ എന്ന വാക്കാണ്. ലൊബയുൻ എന്ന് വായിക്കുക, മാനിനെ തൊട്ട് കാണിക്കാം. ലൊബയുൻ മാൻ. ഇനി ഒരു വാക്കും കൂടിയുണ്ട്, അബീ വ ഉമ്മി. എൻ്റെ ഉപ്പയും ഉമ്മയും. ചിത്രത്തിലുള്ള ഉപ്പയും ഉമ്മയും തൊട്ട് കാണിക്കുക. ഇങ്ങനെയാണ് വായന പരീക്ഷയുടെ ആദ്യ ഭാഗത്തുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബോർഡിലുള്ള പദങ്ങൾ വായിക്കാം. പദങ്ങൾ വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ഓരോ അക്ഷരവും നോക്കി വായിക്കണം. ആദ്യത്തെ പദം ഇസ്ലാമുൻ. ഇസ്ലാമുൻ. ജസീലുൻ. ജസീലുൻ. സി എന്നതിനെ നീട്ടാൻ യാ ഉണ്ട്. മൂന്നാമത്തെ ജുർഹുൻ. ജുർഹുൻ. ശ്രദ്ധിച്ച് വായിക്കണം. നാലാമത്തെ ഖാതമുൻ. ഖാതമുൻ. സിമാറുൻ. സിമാറുൻ. ഉസ്താദിൻ. ഉസ്താദിൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെയുള്ള വേറെ വാക്കുകളായിരിക്കും വരിക. വാക്കുകൾ ശ്രദ്ധയോടുകൂടി വായിച്ചു കൊടുക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. 1ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.